വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ, അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് നാം ഓരോരുത്തരും ഈ ദിവസം കടന്നു വന്നിരിക്കുന്നുവോ, ആ പുണ്യപിതാവിൻ്റെ 113-ാം ഓർമ്മയുടെ വലിയ പെരുന്നാൾ അനുഗ്രഹകരമായും ആഘോഷമായും കൊണ്ടാടുവാൻ കരുണയുള്ള ദൈവം നമുക്ക് ചുരിഞ്ഞു നിന്ന കൃപകളെ ഓർത്ത് ദൈവസന്നിധിയിൽ മുന്നമേ നമുക്ക് സ്തോത്രം അർപ്പിക്കാം. നിശ്ചയമായും ജീവനുള്ളവനായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത എപ്പോഴും അർപ്പിച്ചുകൊണ്ട് ആ പിതാവ് നിലകൊള്ളുന്നതിനാൽ ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൂടെ അടുത്തു വരുവാനും ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും ലഭിക്കുന്ന ഓരോ അവസരവും നിശ്ചയമായും ധന്യതയുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് സഭയുടെ ഒരു വർഷത്തിൻ്റെ ആരംഭം ആദ്യ പെരുന്നാളായ കൂദശീത്വ പെരുന്നാൾ കഴിഞ്ഞ ഞായറാഴ്ച പര്യവസാനിച്ചു. കൂദശീത്വം എന്ന് പറഞ്ഞാൽ സഭയുടെ വിശുദ്ധീകരണം എന്നാണ് അർത്ഥം. രണ്ടാമത്തെ പെരുന്നാളിലേക്ക് അടുത്ത ആഴ്ച ഞായറാഴ്ച നാം പ്രവേശിക്കുകയാണ്. പുനഃപ്രതിഷ്ഠയുടെ പെരുന്നാളാണ്. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ദിവസമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ നാം വന്നുകൂടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൻ്റെ ഓർമ്മയുടെ സമയമാണ്. വിശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസമാണ്. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ എല്ലാവരെയും പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് തൻ്റെ വിശുദ്ധിയിൽ നമ്മെ പാത്രീഭൂതരാക്കി തൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ബലഹീനരായ നമ്മുടെ ബലഹീനതയാൽ പലപ്പോഴും അതിൽ നിന്ന് നാം അന്യപ്പെട്ട് അകന്ന് പോവുകയാണ്. അവയെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനും പുനഃപരിശോധിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധിയുടെ മഹത്വത്തിലേക്ക് പ്രകാശത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാനും ഒരുക്കുവാനുള്ള സമയമാണ്, വേദിയാണ് ഇങ്ങനെയുള്ള ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനുതകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ നമുക്ക് പങ്കുകാരാകാം. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ മനോഹരത്വം കാണുവാൻ അവൻ്റെ മന്ദിരത്തിൽ ഞാൻ ധ്യാനത്തിൽ കഴിയുന്നു. അവൻ്റെ ദേവാലയത്തിലേക്കുള്ള പ്രവേശനമെന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ ഉള്ളിൽ കടന്ന് ധ്യാനനിരതനായി കഴിഞ്ഞിരുന്നതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ യഹോവയുടെ മനോഹരത്വം ദർശിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നാണ് ദാവീദ് രാജാവ് തന്നെ ആ സങ്കീർത്തനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഒരുപക്ഷേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായുള്ള പ്രയാസങ്ങൾ, ആവശ്യങ്ങൾ ഉണ്ട്, യാതൊരു സംശയമില്ല. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ക്ലേശത അനുഭവിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന നാം ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി ഒരു സമാധാനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പലവിധമായ അപേക്ഷകൾ സഹിതമായിരിക്കാം ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാം ഒരു കാര്യം നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്, യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണുവാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ വെച്ചവനായ നമ്മുടെ അരുമനാഥനെ ഒന്ന് ദർശിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം അവിടെ സാധ്യതമാകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഒരുപക്ഷെ അക്കമിട്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങളെ നിരത്തി വയ്ക്കുന്നില്ല. അതിലുപരിയായി അവനെ ഒന്ന് മുഖാമുഖമായി കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും വേണ്ടത് അധികമായി തൻ്റെ അനുഗ്രഹത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നവൻ നമുക്ക് തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ധ്യാനത്തിൻ്റെ സമയം നമുക്ക് ചെലവിടാം. നമുക്കറിയാം, ഹൈന്ദവ വേദങ്ങളിൽ ശ്രീകൃഷ്ണനെക്കുറിച്ച് ഉള്ള കഥയിൽ തൻ്റെ ബാല്യകാല സഖിയായിരുന്ന കുചേലൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് നെട്ടം തിരിയുന്ന സമയത്ത് ഭാര്യയുമായിട്ട് ആലോചിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ബാല്യകാല സഖിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ സങ്കടങ്ങളും ആവലാദികളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് പറയുവാനായിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും ആ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് തരുമെന്നുള്ള വിശ്വാസത്തോടെ രാത്രിയിൽ ബന്ധപ്പെട്ടുണ്ടാക്കിയ അവലുമായിട്ട്
കീറത്തുണിയിൽ പൊതിഞ്ഞ് പുതുക്കിട്ടുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് കുചേലൻ കടന്നു ചെല്ലുകയാണ്. ഭാര്യ അവനോട് പല പല കാര്യങ്ങൾ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ട് ചോദിച്ച് വാങ്ങണമെന്ന് ഉത്സാഹിപ്പിച്ചാണ് കുചേലനെ ശ്രീകൃഷ്ണൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നത്. അകലെ വെച്ച് തന്നെ കുചേലൻ നടന്നു വരുന്ന കാഴ്ച ശ്രീകൃഷ്ണൻ കാണുന്നു. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തിങ്ങി നിറഞ്ഞു. തൻ്റെ ബാല്യകാല സഖിയെ സ്വീകരിപ്പാൻ തക്കവണ്ണം അവർ എഴുന്നേറ്റ് കൊട്ടാരവാതിക്കലേക്ക് വരുന്നു. കുചേലൻ മടിച്ചാണ് ശ്രീകൃഷ്ണൻ്റെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നത്. കാരണം ജീർണിച്ച വസ്ത്രമാണ്, നാറുന്ന വസ്ത്രമാണ് താൻ അണിഞ്ഞിരിക്കുന്നത്. നല്ലൊരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് പോകുവാൻ തനിക്ക് സാമ്പത്തികമായ സൗകര്യങ്ങളില്ല. സമ്മാനം കാര്യമായിട്ട് കൊടുക്കുവാൻ കയ്യിലൊന്നുമില്ല. ഈ കീറത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന കല്ലും മണ്ണുമുള്ള തലേരാത്രിയിലുണ്ടാക്കിയ അവൽ മാത്രമാണ് കയ്യിലുള്ളത്. ഇതുമായിട്ടാണ് ഭഗവാന്റെ അടുക്കൽ എത്തേണ്ടത്. ആകപ്പാടെ അതിൻ്റെതായ പ്രയാസങ്ങൾ, മനോഭാരം തൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ തൻ്റെ ആത്മസഖിയെ കാണുവാൻ ഉത്സാഹത്തോടെ കടന്നു വന്ന ശ്രീകൃഷ്ണൻ കയ്യിൽ നിന്ന് ആ കിഴിക്കെട്ടിങ് മേടിക്കുകയാണ്. പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ അവലാണ്. അതിനകത്ത് കല്ലുണ്ടോ മണ്ണുണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. കൈപ്പിടി വാരി നേരെ വായിലേക്ക് ഇടുകയാണ്. ഒന്നിട്ടു, രണ്ടാമതൊരു പിടി കൂടി വായിലിട്ടു. മൂന്നാമത്തേതിനെ പിടിച്ചപ്പോൾ ഭാര്യ കയറി കയ്യിൽ പിടിക്കുകയാണ്. കാരണം ഭാര്യയ്ക്ക് മനസ്സിലായി എല്ലാ അനുഗ്രഹങ്ങളും കുചേലനിലേക്ക് പോയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് കൂടി തൻ്റെ വായിലിട്ട് കഴിഞ്ഞാൽ തൻ്റെ രാജ്യസ്ഥാനവും കൂടി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യ പെട്ടെന്ന് കയറി ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അതിനുശേഷം കുചേലനോട് നിന്ന് മടങ്ങിപ്പോവുകയാണ്. മനസ്സിൽ ഒത്തിരിയും കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ജീവിതാനുഭവങ്ങൾ ഇതെല്ലാം പേറിക്കൊണ്ട് ഓരോന്നായിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുക്കൽ ചോദിച്ച് അതിനൊക്കെയും പരിഹാരം നേടണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നുവെങ്കിലും ഒരെണ്ണം പോലും പറയുവാൻ കുചേലന് സാധിച്ചില്ല. ഇനി ഭാര്യയുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവളോട് എന്ത് മറുപടി പറയുമെന്നുള്ള ഭാരവുമായിട്ടാണ് കുചേലൻ മടങ്ങിപ്പോകുന്നത്. പക്ഷേ സ്വന്തം ഭവനത്തിലെത്തിയപ്പോഴാണ് അതിൽ കെട്ടും മട്ടുമെല്ലാം മാറിയിരിക്കുക. പ്രതീക്ഷിക്കാത്ത ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും താൻ ആഗ്രഹിച്ചതിനപ്പുറമായി അധികമായി തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യം കുചേലൻ മനസ്സിലാക്കി ഭഗവാനെ അവിടെ സ്തുതിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. ഒന്നും തന്നെ പറഞ്ഞില്ല. ദൈവം അന്തരിന്ദ്രങ്ങളെ അറിയുന്നവനാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് വേണ്ടതൊക്കെയും അവൻ തന്നുകൊള്ളുമെന്നുള്ളത് നമ്മുടെ അരുമദാസൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് ആ കുചേലൻ ശ്രീകൃഷ്ണനെ ഒന്ന് ദർശിച്ചതുപോലെ നമ്മുടെ അരുമനാഥനെ ഒന്ന് കാണുവാൻ നമുക്ക് ഈ ദിവസം സാധ്യമാകുമെങ്കിൽ വേണ്ടതൊക്കെയും നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി അധികമായി നമ്മുടെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഹൃദയത്തിൻ്റെ ഭാരവും മനസ്സിലാക്കുന്ന അന്തരേന്ദ്രിയങ്ങളെ അറിയുന്നവനായ ദൈവം അവയ്ക്കെല്ലാം അധികമായി ഫലം നൽകുമെന്ന് പൂർണ്ണമായും പ്രത്യാശിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഭാഗഭാക്കുകളായിട്ട് തീരാം. പക്ഷേ അവനെ കാണണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. കർത്താവ് തന്നെ അത് നമ്മോട് പറയുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. നമ്മുടെ അരുമനാഥനെ ദർശിപ്പാൻ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് അതിന് പറഞ്ഞു തരുന്ന മാർഗം ഒന്നേ ഉള്ളൂ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിനെ കാണുവാൻ ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറുക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ചൊല്ലത്തിൽ നീരടികൾ എല്ലാവരോടും ഒന്നിച്ച് ഏറ്റുകൊള്ളേണ്ടതാണ്. കർത്താവേ, ദുഷ്ചിന്തകളും കർത്താവേ ദുഷ്ചിന്തകളും പാപവികാരങ്ങളുമാറ്റ കളവില്ലാത്തൊരു നിർമ്മലമാ കളവില്ലാത്തൊരു
നല്ലമാ ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ വൻ ചതിവുകളും കുടിലതന്ത്രമിതൊക്കെയുമേ നിത്യമകറ്റും നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. നാഥാകോപമടുക്കാതെ വൈരമടുത്തവനോടെന്നും ഉണ്ടാകാത്തൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. ആത്മശരീരങ്ങളെ നാശം ചെയ്യുമസൂയാദോഷമതും വാശിയുമറ്റൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. അകമേ ജതിവാലോചിപ്പാൻ അന്യനെ ദുഷിചൊല്ലിടാനും തുനിയാതുള്ളൊരു നിർമ്മലമാ ചിത്തമെനിക്ക് കീടണമേ. കാമവികാരമശുദ്ധതയും സുഖഭോഗവുമീ വകയൊന്നും നിരൂപിക്കാതെയിരിക്കുന്ന ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ ഉന്നത ഭാവം തന്നെത്താൻ നടിക്കാത്ത നികളമശേഷമകറ്റുന്ന ചിത്തമെനിക്ക് കീടണമേ. നിന്നെ ആരായുന്നതുമായി നിൻവചനം കാക്കുന്നതുമായി പാപമിനി ചെയ്യാത്തതുമായി നിർമ്മല ചിത്തം നൽകണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും.
ഈ ധ്യാനത്തിൽ പങ്കുകൊള്ളുന്നവരായ ദൈവമക്കളായ നമുക്ക് ദൈവമേ നിന്നെ ദർശിപ്പാൻ, തമ്പുരാനെ നിന്റെ തിരുമുഖം ഒന്ന് കാണുവാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ അവിടുന്ന് യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആ ദിവ്യ അനുഭവത്തോടുകൂടി സംതൃപ്തിയോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നമ്മുടെ അരുമനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്ന വലിയൊരു കാര്യമാണ് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക എന്ന്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ മാമോദീസ കൈക്കൊണ്ടവരായ നാം വെളിച്ചത്തിൻ്റെ മക്കളായി തീർന്നിട്ടുള്ളവരാണ്. മാമോദീസ കുദാശ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ സാക്രമെന്റ് ഓഫ് ലൈറ്റ് എന്നാണ്. പ്രകാശത്തിൻ്റെ കുദാശ എന്നും അതിന് മറ്റൊരു അർത്ഥമുണ്ട്. അതിൻ്റെ പ്രാർത്ഥനകൾ ഓരോന്നും നാം പരിശോധിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ അംശം നമ്മിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട്, പിശാചിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടർത്തിക്കൊണ്ട് വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക്, ദൈവമഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും മഹത്തരമായ കുദാശയാണ് വിശുദ്ധ മാമോദീസ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ആദ്യോടന്തമുള്ള പ്രാർത്ഥനകളിൽ ഈ ഒരു സത്യം വളരെ വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉണ്ട്. തൻ്റെ കാവലിനു വേണ്ടി ജീവന്റെ മുദ്രയെ പ്രാപിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന ഈ പൈതലിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, തിരുമുഖശോഭ ഇവനിൽ പ്രതിബിംബിക്കണമേ. നിന്റെ ശോഭ കർത്താവേ, നിന്റെ തിരുമുഖശോഭ മാമോദീസ സ്വീകരിക്കുന്ന ഈ പൈതലിലും പ്രതിബിംബിക്കണമേ എന്ന് ആ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നു. ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. പ്രകാശദാതാവും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കുവാൻ അരുളി ചെയ്യുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്തവനുമായ കാരുണ്യവാനായ കർത്താവേ, നിന്റെ തിരുമുഖശോഭ ഇവനിൽ പ്രതിബിംബിക്കണമേ. വീണ്ടും മറ്റൊരു ഭാഗത്തും ഇത് തന്നെയാണ് ചൊല്ലുന്നത്. അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കുവാൻ അരുളി ചെയ്യുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്തവനുമായ കാരുണ്യവാനായ കർത്താവേ, നിന്റെ ശോഭ, കർത്താവായ യേശു മിശിഹായുടെ അതേ ശോഭ മാമോദീസ സ്വീകരിക്കുന്ന ഈ പൈതലിലും ഇവനിലും അല്ലെങ്കിൽ ഇവളിലും പ്രശോഭിക്കണമേ, പ്രകാശിക്കണമേ എന്നാണ് പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്. മൂറോൻ അഭിഷേകം ചെയ്തുകൊണ്ട് ഇനിയവൻ ദുഷ്പ്രഭുക്കളെയോ അന്ധകാരത്തിൻ്റെ ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശത്തിൻ്റെ പുത്രനായി തീരുകയും ചെയ്യണമേ. നിന്റെ തേജസ്സിൽ തന്നെ നടക്കുന്നവളായി ഇവനെ അല്ലെങ്കിൽ ഇവളെ ആക്കി തീർക്കണമേ. അന്ധകാരത്തിൻ്റെ ശക്തികളെ ഭയപ്പെടുവാനിടയാകാതെ തേജസ്സിൽ നിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവനായി അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പുത്രനായി പുത്രിയായി ഇവനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആ പ്രാർത്ഥനയിലും നാം ചൊല്ലുന്നു. മാമോദീസ തൊട്ടിയിൽ വെള്ളവും പൽമൂറോനും ഒഴിച്ചുകൊണ്ട് ഈ ജലത്തെ പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ആക്കി തീർക്കണമേ. മാമോദീസയ്ക്കായി തയ്യാറാക്കപ്പെടുന്ന വെള്ളത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തിയാൽ ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതായി ഇതിനെ ആക്കി തീർക്കണമേ എന്ന് ചൊല്ലുമ്പോൾ അതിൽ മാമോദീസ മുങ്ങുന്ന പൈതലിനും ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനുള്ള യോഗ്യത നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം.
വീണ്ടും അവസാനം കിരീടം ധരിപ്പിക്കുമ്പോഴും ഈ ദാസനെ പ്രഭ കൊണ്ടും മഹത്വം കൊണ്ടും കിരീടം ധരിപ്പിക്കുകയും ഇവന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിന് പ്രീതികരമായി തീരുകയും ചെയ്യണമേ. അപ്പോൾ ആദ്യോടന്തം എല്ലാ പ്രാർത്ഥനകളിലും ഈ മഹത്തരമായ നിന്റെ ശോഭ മാമോദീസ സ്വീകരിക്കുന്ന ഈ പൈതലിൽ പ്രശോഭിക്കുവാൻ തക്കവണ്ണം, ശോഭിക്കുവാൻ തക്കവണ്ണം ഇവനെ അല്ലെങ്കിൽ ഇവളെ യോഗ്യതയുള്ളവനായി അല്ലെങ്കിൽ യോഗ്യതയുള്ളവളാക്കി തീർക്കണമേ എന്ന് വ്യക്തമായിട്ട് ചൊല്ലുമ്പോൾ ഈ പ്രകാശമുള്ളവരായി ഒരു ക്രിസ്ത്യാനി ജീവിക്കുക എന്നുള്ളത് എത്രമാത്രം വലിയ ഉത്തരവാദിത്വമായി നമ്മളിലൊക്കെയും നിലകൊള്ളുന്നു എന്നുള്ള സത്യം എപ്പോഴും ജീവിതാന്ത്യം വരെയും ഓർക്കുവാൻ നാം കടംപെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. കർത്താവ് ഒരു സമയത്ത് പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കുറെ കഴിഞ്ഞപ്പോൾ അതേ കർത്താവ് തന്നെ പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് കർത്താവ് തന്നെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അതേ കർത്താവ് തന്നെ പിൻപറ്റുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് പോലെ ആ വെളിച്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആർജിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് തിളങ്ങി വിളങ്ങി ശോഭിക്കുന്നവരായി നിങ്ങളെ തന്നെ ലോകത്തിന് കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യമാണ്. കർത്താവിൻ്റെ തിരുമുഖശോഭ നമ്മിലും പ്രതിബിംബിക്കണമെന്ന് കർത്താവ് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ തേജസ്സിനെ മുഖത്ത് പ്രതിബിംബിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ മുഖത്ത് തന്നെ കർത്താവിൻ്റെ തേജസ് പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരം തന്നെ ആത്മാവിനോടൊപ്പം മനസ്സിനോടൊപ്പം ശോഭയുള്ളതായി തീരണമെന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ആത്മശോഭ, ആത്മീയ ശോഭ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരംഗത്തിലുള്ള ആത്മാവിൻ്റെ ശോഭയാണോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം നമ്മുടെ മനസ്സിലൊക്കെയും ഉത്ഭൂതമാകുന്നത്. എന്നാൽ ആത്മശോഭ എന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആത്മാവിനോടൊപ്പം മനസ്സ് ശോഭിക്കണം, മനസ്സിനോടൊപ്പം അത് ഉൾക്കൊള്ളുന്ന ശരീരവും ശോഭയോടുകൂടി വിളങ്ങിക്കൊണ്ട് നമ്മുടെ മുഖത്ത് നിന്ന് തന്നെ ആ ദൈവിക ശോഭ പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം കഴിയേണ്ടിയിരിക്കുന്നു എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷേ ത്വക്കിന് വെളുപ്പില്ലാത്തവർക്ക് ചിന്തിക്കാമോ, ഈ കറുത്തവളായ എനിക്ക് എങ്ങനെ ശോഭിക്കുവാനായിട്ട് കഴിയും? ശരീരത്തിൻ്റെ പുറത്തെ നിറത്തിൻ്റെ കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിറമേതുമായിക്കൊള്ളട്ടെ, ദൈവികമായ ശോഭ മുഖത്തെ പ്രതിബിംബിക്കുവാൻ ശരീരത്തിൻ്റെ നിറം ഒരു തടസ്സമല്ല, അതല്ല മാനദണ്ഡം. നമ്മുടെ ജീവിതമാണ്, നാം ഉൾക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം പേറിക്കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും കൂടി മറ്റുള്ളവർക്ക് കാണപ്പെടുവാൻ തക്കവണ്ണം, സാക്ഷ്യമാകുവാൻ തക്കവണ്ണം, മറ്റുള്ളവർ മുൻപാകെ കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം പ്രകടമാകേണ്ടത്, ജ്വലിക്കേണ്ടത്, പ്രകാശിക്കേണ്ടത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. എന്തുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ആരുടെ സന്നിധിയിലാണോ നാം കടന്നു വന്നിരിക്കുന്നത്, ആ മഹാപരിശുദ്ധനായ പെരുവല തിരുമേനിയെ പോലെ ആദിമസഭയെ മുതൽ ഇന്നുവരെയും ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ ജീവിതകഥകൾ പരിശോധിക്കുമ്പോൾ ഈ ദൈവികമായ ശോഭ ആത്മാവിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നില്ല, പിന്നെയോ അവരുടെ ശരീരത്തിൽ കൂടിയും പ്രകടമാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ജീവിതത്തിലും പരിശോധിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് കാണാം. ഇഗ്നാത്യോസ്, അന്ത്യോക്യയിലെ വിശുദ്ധനായ ഇഗ്നാത്യോസ്, നൂറോനോ എന്നാണ് പറയുന്നത്. അഗ്നിമനായ ഇഗ്നാത്യോസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്.
നീവനായ ഇഗ്നാത്യോസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ആരാധന അർപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ബലിപീഠത്തിന് മുൻപാകെ നിന്നുകൊണ്ട് രക്തങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സന്ദർഭത്തിൽ പുറകിൽ നിൽക്കുന്ന ആരാധകർ അദ്ദേഹത്തെ കാണുമ്പോൾ അഗ്നി സ്തംഭമായി അദ്ദേഹത്തെ കാണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശോഭയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന, ഇലൂമിനേഷന് വേണ്ടി പ്രത്യേക ലൈറ്റുകളൊന്നും അവിടെ ആവശ്യമായിരുന്നില്ല. അദ്ദേഹം തന്നെ അങ്ങ് പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ആരാധകർക്ക് അദ്ദേഹത്തെ നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആരാധന ശുശ്രൂഷകൾക്കെയും ഭാഗഭാക്കുകളാകുമ്പോൾ അനുഭവവേദ്യമായിരുന്നത് എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. മറ്റു ചില വിശുദ്ധ പിതാക്കന്മാർ ഇതുപോലെ തന്നെ കുർബാന അർപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ, ദിവ്യബലിയിൽ അവരുടെ കൈകൾ ആഘോഷിക്കപ്പെടുന്നതായ സന്ദർഭങ്ങളിൽ ടോർച്ചിൽ നിന്ന് പ്രകാശം പുറപ്പെടുന്നത് പോലെ അവരുടെ വിരലുകളിൽ നിന്ന് പ്രകാശധാരകൾ പുറത്തേക്ക് പ്രവഹിക്കുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പരിശുദ്ധ കലാശ്ശേരി ബാവ പരമതിരുമേനിയുടെ ശിഷ്യനായി ജീവിച്ച വലിയ ബാവ എന്നറിയപ്പെടുന്ന ദേവലോകം അരമനച്ചാപ്പലിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന വലിയ ബാവ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നത്, ആരെങ്കിലും ഈ പുന്നൂസ് എന്നറിയപ്പെട്ടിരുന്ന ഈ ബാലനെ ഒന്ന് നോക്കിയാൽ രണ്ടാമതൊന്നും നോക്കുവാനായിട്ട് മനസ്സ് വരികയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ ഒന്ന് കണ്ടു രണ്ടാമത് നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കുവാൻ ആ കുഞ്ഞിൻ്റെ സൗന്ദര്യം അവരെ ആകർഷിക്കും. അപ്പോൾ ബാല്യകാലത്ത് ഇത്രമാത്രം ആകർഷണീയമായ സൗന്ദര്യമൊന്നും ഇല്ലാഞ്ഞ ഒരു ബാലനായിരുന്നു ഈ പുന്നൂസ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇത് പറയുന്നുണ്ട്. എന്നാൽ 1948 എഡിൻബറോയിൽ നടന്ന കോൺഫറൻസിൽ സംബന്ധിപ്പാനായിട്ട് കലാശ്ശേരി ബാവ പരിവാര സമേതം അവിടേക്ക് പോയി. എല്ലാവരും മേൽപ്പട്ടക്കാരുടെ ആ ഒരു പദവിയിൽ ഉൾപ്പെട്ടിരുന്നവരായിരുന്നതുകൊണ്ട് സമ്മേളന ഹാളിലേക്ക് പ്രവേശിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് വരുന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന ഒരു രീതി അവിടെ ഇല്ലായിരുന്നു. കാരണം എല്ലാവരും സമന്മാരാണ്. അന്ന് നടന്ന WCC കോൺഫറൻസിൻ്റെ റിപ്പോർട്ട് അതിൽ പ്രത്യേകമായി പരാമർശിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗരസ്ത്യ കാതലിക്ക എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന പരിശുദ്ധനായ കലാശ്ശേരി ബാവ തൻ്റെ പരിവാരത്തോടൊപ്പം ഹോളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും അവിടെ പ്രതിനിധികളായി വന്നിട്ടുള്ള എല്ലാവരും തന്നെ നേരത്തെ തന്നെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പരിശുദ്ധ ബാവാതിരുമേനി അവിടേക്ക് എഴുന്നള്ളിച്ചിരുന്നത്. പ്രവേശന കവാടം കടന്ന് ഹോളിലേക്ക് കയറി അല്പം കടന്നു കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ അവിടെ ഇരുന്നവരിൽ ആർക്കും തന്നെ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കഴിയാതെ അവരറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ അത്രമാത്രം ശോഭാപൂർണനായ പിതാവിനെ കണ്ടപ്പോൾ ഇതെന്തത്ഭുതമാണ് എന്നുള്ള ചിന്തയുടെ മനോഭാവത്തോടെ തൻ്റെ മുഖത്ത് ശോഭിക്കുന്ന ദിവ്യശോഭയിൽ മതിമറന്ന് അവരറിയാതെ ബഹുമാനത്തോടെ അവർ എഴുന്നേറ്റു എന്നാണ് ആ കോൺഫറൻസിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പ്രത്യേകമായെടുത്ത് പരാമർശിക്കുന്ന വലിയൊരു കാര്യം. ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ബാല്യകാലത്ത് ഒരു വികൃതിയായിരുന്ന അല്ലെങ്കിൽ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാതിരുന്ന ഈ പുന്നൂസ് സാധാരണഗതിയിൽ പ്രായം ചെല്ലും തോറും വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ശാരീരികമായി തളർച്ച ഉണ്ടാവുകയാണ്, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും തൻ്റെ ശോഭ, തൻ്റെ സൗന്ദര്യം തൻ്റെ ആകാരത്തിൽ തന്നെ ശരീരത്തിൽ തന്നെ പ്രകടമാകുവാൻ തക്കവണ്ണം അത്രമാത്രം ശോഭാപൂർണനായി വിളങ്ങിയിരുന്നൊരു പിതാവായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെയും അറിയാം. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പ്രായമുള്ളവർ മിക്കവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരാണ്. എനിക്ക്
പ്രത്യേകിച്ച് നിരണംപള്ളിയുടെ തൊട്ട് അടുക്കൽ താമസിച്ചു വന്നിരുന്ന എനിക്ക് മിക്കവാറും നിരണംപള്ളിയിൽ വന്ന് ദിവസങ്ങളോളം ഈ പിതാവ് താമസിക്കുമായിരുന്നു. പരുമലയിലും നിരണവും പള്ളിയിലും. അവിടെ വളരെ അച്ഛന്മാരുണ്ടായിരുന്നുകൊണ്ടും അന്നത്തെ വലിയ പള്ളി എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നതുകൊണ്ടും അവിടെ വന്ന് താമസിക്കുവാൻ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഞാൻ ഓടി, പ്രത്യേകിച്ച് തിരുമേന്മാരൊക്കെ പള്ളിയിൽ വന്നു കേട്ട് കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സമയം അവിടെയായിരിക്കും. കൂടുതലായിട്ട് അദ്ദേഹത്തെ അടുത്തറിയുവാൻ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം ശോഭാപൂർണനായൊരു പിതാവ് അടുത്ത കാലത്ത് നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? മധ്യസ്ഥിതിയൻ ബാവായും ഏകദേശം ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു പിതാവാണ്. പക്ഷെ മുഖത്ത് തന്നെ ദൈവികമായ ശോഭ പ്രതിബിംബിക്കുവാൻ അത്രമാത്രം ഈ കല്ലാശ്ശേരിൽ വലിയ ബാവായിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. എങ്ങനെ വികൃതരൂപിയായിരുന്ന ഈ പിതാവ് ഇത്രമാത്രം സൗന്ദര്യപൂർണനായി ശോഭാപൂർണനായി തീർന്നുവെന്ന് ചിന്തിക്കുമ്പോൾ നിഷ്കളങ്കമായ വിശുദ്ധ ജീവിതം, കപടമില്ലാത്ത ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം, ധ്യാനത്തിലും ഉപവാസത്തിലും നോയമ്പിലും ജാഗരണത്തിലും വിശുദ്ധ വചനത്തിൽ അധിഷ്ഠിതമായതിൻ്റെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ധന്യതയാണ് തൻ്റെ ആത്മാവിനുണ്ടായ ശോഭ ശരീരത്തിൽ കൂടി പ്രതിബിംബിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ സാക്ഷ്യമായിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതശൈലി എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ധന്യഗുരുവായ ഈ പള്ളിയുടെ വടക്കേ ഭാഗത്ത് കബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന, ആരുടെ മധ്യസ്ഥയിൽ അഭയം തേടി നാം ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ആ പുണ്യപിതാവായ പരുമല കൊച്ചു തിരുമേനിയുടെ ആ ശിക്ഷണം, ആ മാതൃകാ ജീവിതം, ആ ധന്യമായ വ്രതാനുഷ്ഠാന ജീവിതം അതേപോലെ പിൻപറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ്. അതുപോലെ മറ്റൊരു ശിഷ്യനായിരുന്നു വട്ടശ്ശേരിൽ മാർ ദിവനാസിയോസ് തിരുമേനി. അദ്ദേഹത്തെ പരിശുദ്ധനായ സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഭയിൽ കലഹങ്ങളും കേസുകളും വഴക്കുകളും വളരെ തീവ്രമായി നടന്നുകൊണ്ടതിന് കാലയളവ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു കൊലയാളിയെ ശത്രുക്കൾ പറഞ്ഞേൽപ്പിക്കുകയാണ്. പഴയ സെമിനാരിൽ 1-ാം നിലയിൽ തട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി. രാത്രിയിൽ സുഖമായ സുഷുപ്തിയിലാകുമ്പോൾ ആ മുറിയുടെ വശങ്ങളിലുള്ള ജനലുകൾക്ക് അഴികളില്ല. അതിൽ കൂടി അകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും പെട്ടെന്ന് തന്നെ കിടക്കുവാനുള്ള സൗകര്യമുണ്ട്. ഏണി വെച്ച് കയ്യിൽ മൂർച്ചയേറിയ കത്തിയുമായി ഈ കൊലയാളി മുകളിലേക്ക് കയറി ജനലിൻ്റെ സമീപത്തെത്തി വേഗം തന്നെ അദ്ദേഹത്തിനകത്തേക്ക് കിടക്കാം. അകത്തേക്ക് നോക്കിയപ്പോൾ മുട്ടുമടക്കി ഒരാൾ രൂപം കണ്ടു. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം. ഈ കൊലയാളി കണ്ടു, ഭയപ്പെട്ടു, ഏണി മറിഞ്ഞു, താഴെ പോയി അവിടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും പ്രാർത്ഥനയുടെ സമയം കുറ്റാകുറ്റിരുട്ടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭാപൂർണനായ കത്തിജ്വലിക്കുന്ന കാഴ്ച കണ്ട് ഭയപ്പെട്ട് തന്നെ വകവരുത്തുവാൻ കൊല്ലുവാനായിട്ട് മൂർച്ചയേറിയ കത്തിയുമായി കിടന്നിരുന്ന കൊലയാളി ഭയപ്പെട്ട് വീണ് ഓടി പറയുകയാണ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ്, ഈ കൊല്ലാനായിട്ട് പോയ ആൾ തന്നെയാണ് ഈ സത്യം പിന്നീട് വെളിപ്പെടുത്തിയത്. എങ്ങനെയുണ്ടായി ഈ ശോഭ ഈ കൊച്ചു തിരുമേനിയെ സംബന്ധിച്ച്? നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അന്ത്യരംഗത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്ന സത്യം എന്ത്? ഇതേപോലെ തന്നെ ഉപവാസത്തിലും നോയമ്പിലും ജാഗരണത്തിലും കുമ്പിടിയിലും വയറ് മുറുക്കി കൊടുത്ത് ഒരു കാരണവശാലും വിശപ്പ് ലേശം പോലും തോന്നരുത്, ശരീരത്തെ ക്ഷീണിപ്പിക്കുവാൻ തക്കവണ്ണം, ആത്മാവിനെ വളർത്തുവാൻ, ആത്മശോഭ വളർത്തുവാൻ തക്കവണ്ണം ജീവിതത്തെ ദൈവസന്നിധിയിൽ ബാല്യത്തിൽ തന്നെ സമർപ്പിച്ചു. അവസാനം നമുക്കറിയാം, ശരീരം ക്ഷീണിച്ച് 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 രോഗാവസ്ഥയിൽ മരിക്കത്തക്ക രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു.
വൈദ്യന്മാർ പറഞ്ഞു, ലേശം പാല് കുടിക്കുക, വയറിൻ്റെ അസ്വസ്ഥ മാറണമെങ്കിൽ പാൽ ഇല്ല, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നോയമ്പ സമയത്ത് പാല് കുടിച്ചുള്ള രോഗസൗഖ്യം എനിക്ക് വേണ്ടേ വേണ്ട. മരണം അദ്ദേഹത്തിന് ഭീതിജനകമായിരുന്നില്ല. പൂർണ്ണമായും ഈ ശോഭ അന്ത്യം വരെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ പൂർണ്ണമായ ലോക ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളും അതിൻ്റെ മോഹങ്ങളും മോദങ്ങളുമെല്ലാം തീർത്തും തള്ളി പുറകോട്ടകറ്റി ചവിട്ടി മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ആത്മീയ ശോഭയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം തീക്ഷ്ണത കാട്ടിയ പുണ്യപിതാവാണ് ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് എന്തായി? രാത്ര നേരം മണിയൊന്നായപ്പോൾ പരുമലതേറായിൽ പരിമളവും പ്രഭയും വീശി എന്തെന്നേ വരുമാരായികേ എൻ കർത്താവേ എന്നു വിളി ചാബോൻമോർ ഗ്രീഗോറിയോസ് യാത്രയതായി വാനവരോടുകൂടെ. 1902 നവംബർ മാസം 2-ാം തീയതി രാത്രി 1 മണിയായപ്പോൾ ഈ പരിമള മുഴുവൻ പരിമളവർഗത്തിൻ്റെ സുഗന്ധം വീശുകയാണ്. വലിയൊരു ശോഭ ഇവിടെ കത്തിച്ചൊലിച്ചു. ഇവിടെ നിന്നിരുന്നവരൊക്കെയും അത്ഭുതപ്പെട്ടു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന അന്നത്തെ കാലയളവിൽ രാത്രിയിൽ നടന്ന് നടക്കുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടവരൊക്കെയും. പന്നായക്കടത്തും കിടന്ന് മാന്നാർ വന്ന് മാവേലിക്കരയ്ക്ക് പോകേണ്ടവരൊക്കെയും അതുവഴി ഇങ്ങനെ സഞ്ചരിക്കുന്നു. ചെങ്ങന്നൂർക്ക് പോകേണ്ടവരൊക്കെ ഇക്കര കിടന്ന് ഇതുവഴി ഇങ്ങോട്ട് പോകുന്നു. രാത്രി സമയം നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പകൽ പോയി കഴിഞ്ഞാൽ ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതലായി സഹിക്കേണ്ടതുകൊണ്ട് രാത്രിയാകുമ്പോൾ ആ ഒരു പ്രയാസമില്ലാത്തതുകൊണ്ടാണ് ആ കാലയളവിൽ യാത്രയൊക്കെ നദികളിൽ കൂടി വള്ളത്തിലാണെങ്കിൽ അതും രാത്രിയിലാണ്, വഴിയെ നടക്കുകയാണെങ്കിൽ അതും രാത്രിയിലാണ്. ഇങ്ങനെ നടന്നു പോകുന്നവർ ഈ പരമല ഭാഗത്തേക്ക് നോക്കിയപ്പോൾ വലിയൊരു അഗ്നിഗോളം മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നതായിട്ട് അവർക്ക് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. നരണം പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു വലിയ വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം മുറ്റത്തിറങ്ങുവാൻ രാത്രിയിൽ ഈ സമയത്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹവും ഈ കാഴ്ച കണ്ടു. ഈ പരമല ഭാഗത്ത് മുകളിലേക്ക് എന്തോ ഒരു അഗ്നിഗോളം പൊങ്ങിപ്പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണപ്പെട്ടു. പിന്നീടാണ് മനസ്സിലാക്കിയത് പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്ത സമയമായിരുന്നു അത്. ദൈവത്തിന്റെ വലിയ പ്രവാചകനായ ഏലിയാവ് മാലാഖമാരാൽ അകമ്പടി സേവിതനായി അഗ്നിതീരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ ഏലിയാ പ്രവാചകന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്ന ഈ പുണ്യപിതാവും അദ്ദേഹത്തിന്റെ ആത്മാവും ആ ശോഭയോടുകൂടിയ ആത്മാവുമായി മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് ആ രാത്രിയുടെ യാമത്തിൽ ചുറ്റുപാടുമുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ചവർക്കൊക്കെയും കാണപ്പെട്ടത് എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശോഭയിൽ കത്തിജ്വലിക്കുന്ന തീ പോലെയായി തീർന്ന് ആ ആത്മാവാണ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഒറീസയിൽ ഒരു മിഷണറിയായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു വൈദികനെയും 2 കൊച്ചു കുഞ്ഞുങ്ങളെയും ഓമന മക്കളെയും നിഷ്ഠൂരമായി നീളനേറിയ ശൂലം കൊണ്ട് കുത്തി അവർ കൊല്ലുവാൻ, അതിനുശേഷം അവർ സഞ്ചരിച്ചിരുന്ന വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പാവങ്ങളെ ഉദ്ധരിക്കുവാനും രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ചികിത്സ നൽകുവാൻ തക്കവണ്ണം സ്വന്തം രാജ്യത്തും അവിടുത്തെ ജീവിതം ഉപേക്ഷിച്ച് ഈ ഭാരതത്തിൽ വന്ന് കർത്താവിനെ പ്രതി പാവപ്പെട്ടവരെ വേണ്ടി ജീവിച്ച ശുശ്രൂഷിച്ച
ആ വൈദിക ശ്രേഷ്ഠനും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും വാഹനത്തിൽ നിന്ന് എങ്ങനെയോ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ ശൂലം കൊണ്ട് തന്നെ കുത്തി തീയിലേക്ക് തന്നെ അവർ ഇട്ടു. എന്നാൽ പലരും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവിടെ ചിലരുടെ സാക്ഷ്യമാണ്. അവർ നോക്കുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ 3 കത്തിജ്വലിക്കുന്ന ഗോളങ്ങൾ മുകളിലേക്ക് പൊങ്ങി വരുന്നതായി അവർക്കൊക്കെയും കാണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ആരെ പ്രതി ഈ ഭാരതത്തിലേക്ക് അവർ കടന്നു വന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുകയായിരുന്നു. ആ അരുമനാഥന്റെ സന്നിധിയിലേക്ക് ആത്മാവിൽ ശോഭിച്ചുകൊണ്ട് കത്തിജ്വലിക്കുന്ന തീ കുണ്ടമെന്നോണം ഉയരത്തിലേക്ക് പറന്നു പൊങ്ങുവാൻ അവർക്കൊക്കെയും സാധിച്ചു. ഈ ശോഭ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ തീ പോലെ ജ്വലിക്കുന്ന ഈ ശോഭ എന്ന് പറയുന്നത് ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുഭവമല്ല. നമ്മിലൊക്കെയും ഇത് അനുഭവവേദ്യമാക്കാവുന്ന സത്യമാണ്. അതുതന്നെയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കുക എന്ന്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവിന്റെ തേജസ്സിനെ നിങ്ങൾ മുഖത്ത് പ്രതിബിംബിക്കണമെന്ന്. വേറെ പല ഭാഗങ്ങളിലും ഈ മഹത്തരമായ ശോഭയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം സാധിക്കുന്നു. ഈ പരിശുദ്ധ പുണ്യവാന്റെ സമകാലീനായി ജീവിച്ച ഒരു പിതാവ്, ഒരു പരിശുദ്ധൻ റഷ്യൻ സഭയിലും ഉണ്ടായിരുന്നു, വിശുദ്ധനായ സെറാഫീം. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. വലിയൊരു ശാസ്ത്രജ്ഞനായ നിരീക്ഷണങ്ങൾ പരീക്ഷണശാലയിൽ നടത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടം. ദൈവവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ ഒരു കാലം. അനേകം പേർ രക്തസാക്ഷികളായി. ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെയും ഇവർക്ക് തടസ്സപ്പെടുത്തി. ദൈവവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ പാടില്ല എന്ന് ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടായി. അങ്ങനെ ഇരിക്കെ വിശ്വാസതീഷ്ണതയുള്ള സത്യക്രിസ്ത്യാനികളായി അവിടെ ജീവിച്ചിരുന്നവർ എന്തെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും, പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും അവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ നിന്ന് ലേശം പോലും പിന്നോക്കം മാറുവാൻ അവരാരും തന്നെ തയ്യാറായിരുന്നില്ല. ഈ സെറാഫീമിന്റെ മനസ്സിൽ ഒരു ചിന്ത, ഇത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും എന്തുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നു? ഈ പീഡനങ്ങളുടെ നടുവിലും ഇവർ വിശ്വാസത്തിൽ വ്യതിചലിക്കാൻ നിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചു. എങ്കിൽ ആ കാരണമൊന്ന് കണ്ടുപിടിക്കണമെന്നുള്ള തൻ്റെ നിരീക്ഷണ ആ പാഠവും ഇക്കാര്യത്തിലും അദ്ദേഹത്തിന് ഉണ്ടായി. ഇത് സത്യമെങ്കിൽ ആ സത്യം തനിക്കും മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആരോടും, വേണ്ടപ്പെട്ടവരിൽ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒരു വാക്ക് പോലും ഉരിയാടാതെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ്. അന്വേഷിക്കാവുന്നിടത്തൊക്കെയും അദ്ദേഹത്തെ അന്വേഷിച്ചു. ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു, 10 വർഷങ്ങൾ കഴിഞ്ഞു. അവിടെയുള്ളൊരു നായാട്ട് സംഘം വനത്തിലേക്ക് നായാട്ടിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ വനത്തിൻ്റെ ഉള്ളിലേക്ക് മൃഗങ്ങളെ പിടിക്കുവാനുള്ള ആയുധങ്ങളുമായി പോയ ഒരുവന്റെ കയ്യിൽ നിന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവന് മാരകമായ മുറിവേറ്റു. രക്തം ധാരധാരയായി തൻ്റെ ശരീരത്തിൽ നിന്ന് പോയി മരണത്തോട് മല്ലിട്ടുകൊണ്ട് അവൻ വീണ് കിടക്കുകയാണ്. കൂട്ടുകാരനെ എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി കൊടുക്കേണ്ടുന്ന ചികിത്സ കൊടുക്കുവാനായിട്ട് യാതൊരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലം, സമയം. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വളരെയേറെ വിഷമിച്ചു. ആ സന്ദർഭത്തിലാണ് ജഡധാരിയായ ഒരു മനുഷ്യൻ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടേക്ക് കടന്നു വരുന്നു. മരണാസന്നായി രക്തം വാർന്നൊലിച്ച് മരണത്തോടെടുക്കുന്ന ആ മനുഷ്യന് ചുറ്റും കൂടിയിരുന്ന് വിലപിക്കുന്നവരോട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അവരുടെ സങ്കടം അവർ കടന്നു വന്ന മനുഷ്യനോട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ സ്നേഹിതനാണ്, ഞങ്ങളോടൊപ്പം വന്നവനാണ്. കയ്യിലുണ്ടായിരുന്ന ആയുധത്തിൽ നിന്ന് നിലച്ചിരിക്കാതെ മുറിവേറ്റ് ഇതാ മരണത്തോടടുത്ത് കിടക്കുന്നു.
നിങ്ങൾക്ക് സഹായിപ്പാനായിട്ട് കഴിയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ആ മനുഷ്യൻ പറയുകയാണ്, മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് മുട്ടുമടക്കി വന്ന ഈ ജഡധാരിയായ മനുഷ്യൻ അവിടെ ഇരുന്നു. തൻ്റെ വലത്തെ കൈ ആ മനുഷ്യൻ്റെ നെറ്റിയിൽ വെച്ചു. ഇടത്തെ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. സ്വർഗത്തേക്ക് നോക്കി വലിച്ചു ചീഞ്ഞഴികൾ ലാസറിനെ കല്ലറയിൽ നിന്ന് ജീവന്റെ അവസ്ഥയിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചവനായ നസ്രാനായ യേശുവേ, കരുണ തോന്നണമേ. മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യനോട് കരുണ തോന്നണമേ. മൃതപ്രായനായ മനുഷ്യനോട് കരുണ തോന്നണമേ. അനേകർക്ക് സൗഖ്യം നൽകി നസ്രാനായ യേശുവേ, ഈ മനുഷ്യനോട് കരുണ തോന്നണമേ, ഇവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് തൻ്റെ കൈകൾ നെറ്റിയിൽ വെച്ചവൻ മുകളിലേക്ക് സ്വർഗത്തേക്ക് നോക്കി അപേക്ഷിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ മരണത്തോട് മല്ലിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ കണ്ണുകൾ തുറന്നു, ബലം വച്ചു. അവൻ എഴുന്നേറ്റു. അത്ഭുതത്തോട് ചുറ്റും നിൽക്കുന്നവരെ നോക്കുകയാണ്. എന്തു പറ്റി? സംഭവിച്ച വിവരങ്ങളൊക്കെ കൂടെ നിന്നവരൊക്കെയും അവനോട് പറഞ്ഞു. വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന ജഡധാരിയായ മനുഷ്യൻ ആരെന്നവരൊക്കെയും ഒരുമിച്ച് ചോദിച്ചു. തൽക്കാലം അതൊന്നും നിങ്ങൾ അറിയണ്ട എന്നുള്ള മറുപടിയാണ് അവൻ പറഞ്ഞത്. നായാട്ടുകാർ പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. വനത്തിൽ നിന്ന് വളർന്ന മനുഷ്യൻ അകത്തേക്കും പോയി. സംഭവിച്ച കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വീട്ടുകാരോടൊക്കെ പറഞ്ഞു. വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന മനുഷ്യൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 10-20 വർഷം മുമ്പ് പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന സയന്റിസ്റ്റായിരുന്ന സെറാഫിം അല്ലയോ ഇതെന്ന് തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നവരൊക്കെയും ചിന്തിച്ചു, സംശയിച്ചു. എങ്കിൽ അവനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെ നായാട്ടുകാരോട് ചോദിച്ചു, അവൻ എവിടെ വെച്ചാണ് കണ്ടത്? ആ സ്ഥലം ലക്ഷ്യമാക്കി ഒരു സംഘം അവിടേക്ക് പുറപ്പെട്ടു. അവസാനം അവിടെ ചെന്ന് ഈ മനുഷ്യനെ കണ്ടെത്തി. എന്തുകൊണ്ട് നീ 10-20 വർഷമായി ഞങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഈ വനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീ താമസിക്കുന്നു എന്ന് ചോദിച്ചു. നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നവരോടൊക്കെ ആയിട്ട് അവൻ പറഞ്ഞു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ടും വിശ്വസിക്കുന്ന അനേകം ജനത നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അത് സത്യമെങ്കിൽ ആ സത്യം പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ 20 വർഷങ്ങളായി ഇവിടെ താമസിച്ച് വരികയാണ്. ആ സത്യം ഞാൻ ഉൾക്കൊണ്ടു, മനസ്സിലാക്കി. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. നസ്രാനായ യേശു ഇന്നും ജീവിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ദുഃഖിതരുടെ കണ്ണുനീരൊപ്പിയവൻ, വിശക്കുന്നവരുടെ പട്ടിണി മാറ്റിയവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. കൂടെ വന്നവർ പലരും അവനോടൊപ്പം ചേരുകയാണ്. അവരുടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. അനേക കാര്യങ്ങൾ പിന്നീട് വന്നവരെ, തൻ്റെ സ്നേഹിതന്മാരെ ഈ സെറാഫിയും ഗുരുവെന്ന നിലയിൽ പഠിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞിട്ട് കൂടെ കൂടിയവരിലൊരുവൻ സെറാഫിമിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഗുരുവേ, ഇപ്പോൾ അവൻ ഗുരുവും മറ്റുള്ളവർ ശിഷ്യരുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ശോഭയെക്കുറിച്ച് അനേകം കാര്യങ്ങൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശോഭ, മഹത്വം എന്താണെന്ന് ഇത്രയും കാലം കേൾക്കുവാൻ കഴിഞ്ഞുവെങ്കിലും അതൊന്ന് നേരിട്ട് അനുഭവവേദ്യമാക്കുവാൻ ഞങ്ങൾക്കിതുവരെ സാധിക്കുന്നില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശോഭ എന്ത് എന്ന് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാൻ അങ്ങേക്ക് സാധ്യമോ എന്ന് ചോദിച്ചു. സെറാഫിം പറഞ്ഞു, മകനെ, സഹോദര, കം ഹിയർ മൈ സൺ, എൻ്റെ മകനെ, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. ഹോൾഡ് മൈ ഹാൻഡ്സ്, എൻ്റെ കരങ്ങളെ നീ പിടിക്കുക. ഈ ചോദ്യം ഉന്നയിച്ച ശിഷ്യൻ സെറാഫിമിൻ്റെ കരങ്ങളിൽ പിടിച്ചു. യു ലുക്ക് ഇൻ ടു മൈ ഫേസ്, നീ എൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ മുഖത്തേക്ക് നോക്കി. വാട്ട് യു സീ, നീ എന്ത് കാണുന്നു? ഗുരുവേ, നിന്റെ മുഖവിതാ സൂര്യനെ പോലെ ശോഭിക്കുന്നുവല്ലോ. ആ ശിഷ്യൻ നോക്കുമ്പോൾ സെറാഫിമിന്റെ മുഖം ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്, ശോഭയുള്ളതായി തീർന്നിരിക്കുകയാണ്. മകനെ, നീ കാണുന്നതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശോഭ
പ്രകാശമെന്ന് പറയുന്നത്. മാത്രമല്ല, എൻ്റെ കൈകളെ പിടിച്ചിരിക്കുന്ന നിന്റെ മുഖവും ഇതേപോലെ തന്നെ മകനെ ശോഭിക്കുന്നു. അപ്പോൾ ഈ ദിവ്യ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ ശോഭ എന്ന് പറയുന്നത് ആത്മാവിൽ മാത്രമല്ല ശരീരത്തിൽ കൂടിയും പ്രകടമാകത്തക്ക രീതിയിൽ അത്രമാത്രം നമ്മുടെയൊക്കെ ഈ മുഖം ശോഭിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ ശക്തിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ജീവിതമനുസരിച്ച്, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് വിശുദ്ധ മാമോദീസായിൽ കൂടി നമ്മിലേക്ക് ഒഴുകിയെത്തിയ ആ പരിശുദ്ധാത്മാവിൻ്റെ ശോഭ പ്രകാശിക്കുകയും അല്ലെങ്കിൽ ജ്വലിക്കുകയും മങ്ങിപ്പോവുകയും ചെയ്യുമെന്നുള്ള കാര്യം പ്രത്യേകം നമുക്ക് ഓർക്കുവാനായിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് നമ്മിലെ ശോഭ ജ്വലിക്കുകയും മങ്ങിപ്പോവുകയും ചെയ്യും. ദൈവമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രക്ഷയിൽ തന്നെ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ ഓറ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു പ്രകാശവീചി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം പരീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ അപരൂപ തിരുമേനിയുടെ പടം, അതുപോലെ തന്നെ തമ്പുരാനപ്പറ്റിയമ്മയുടെ പടമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വിശുദ്ധന്മാരുടെ പടങ്ങൾ ചിത്രകാരന്മാർ വരയ്ക്കുമ്പോൾ അവരുടെ തലകൾക്ക് ചുറ്റും വലിയൊരു ശോഭ ഉള്ള ഗോളം അതുകൂടി അവർ വരയ്ക്കും. ശോഭയോടുകൂടിയാണ് അവരുടെ മുഖം ചിത്രകാരന്മാർ വരയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് വെറും ചിത്രകാരന്മാരുടെ ഭാവനയല്ല. അവരിൽ നിന്ന് ആ രീതിയിലുള്ള ശോഭ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് ഉതിരുന്ന ദൈവികമായ വെളിച്ചം, ശോഭ വിശുദ്ധന്മാരിൽ കത്തിജ്വലിക്കുകയാണ്. ഈ ശോഭ നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അത് കൂടുകയും കുറയുകയും ചെയ്യും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഓരോരുവരിലും എത്രമാത്രമുണ്ട് എന്ന് അളക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ പ്രത്യേകതരം ക്യാമറകൾ റഷ്യയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൈദിക സെമിനാരി പ്രിൻസിപ്പലും ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയായി മാറുന്ന കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒരു റഷ്യയിൽ പോയി UAE കൂടി നാട്ടിലേക്ക് മടങ്ങി വന്ന സന്ദർഭത്തിൽ, ഞാനന്ന് UAE ഷാർജ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന സമയമാണ്. ഇതേപോലുള്ള പല പടങ്ങൾ അന്നൊരു വൈദിക യോഗം അവിടെ കൂടുകയുണ്ടായി. വൈദികരെ അദ്ദേഹം കാണിക്കുകയുണ്ടായി. ഓരോരുത്തരിലും ഈ ദൈവികമായ ഓറ എന്ന് പറയുന്ന ശോഭ എത്രമാത്രമുണ്ട് എന്ന് ക്യാമറ കൊണ്ട് പിടിച്ച് ഫോട്ടോ എടുത്ത് മനസ്സിലാക്കുവാൻ കഴിയും. റഷ്യയിൽ നടന്ന പഠനത്തിൽ സ്വഭാവ മഹിമയുള്ളവരായി, ജീവിത വിശുദ്ധിയുള്ളവരായി ജീവിച്ചവരുടെ പടങ്ങൾ എടുത്തു. വലിയ ശോഭയാണ് ആ ഫിലിമിലൊക്കെയും അവിടെ അവർക്ക് കാണപ്പെട്ടത്. അതേസമയം തന്നെ കൊലപാതക കേസുകളിലും ധാർമ്മികമായ ജീവിതത്തിലും സാമൂഹ്യ ദ്രോഹികളായി തടവിലാക്കപ്പെട്ടവരുടെ ഫോട്ടോ പിടിച്ചപ്പോൾ ആകപ്പാടെ കറുത്തിരുണ്ട അനേകം വരകൾ അടങ്ങിയിട്ടുള്ള പടങ്ങളുമാണ് ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയവർക്ക് ലഭിച്ചിട്ടുള്ളത്. തിരുമേനിയുടെ തന്നെ പടം പിടിച്ചത് കോപ്പി കാണിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വ്യക്തമായി ശാസ്ത്രത്തിന് പോലും തെളിയിക്കുവാൻ കഴിയുന്നൊരു സത്യമാണ്, സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഓരോ മനുഷ്യനിലും ഈ വെളിച്ചത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എന്നുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ജീവിതം, ശത്രുക്കളെ സ്നേഹിക്കുന്ന ജീവിതം, ആ സ്നേഹത്തിൽ അവർ വളരുമ്പോൾ ഈ ശോഭ അവരിൽ വർദ്ധിക്കുകയാണ്, വളരുകയാണ്. ശത്രുതയും വൈരാഗ്യവും വൈശൂന്യവും അസൂയയും കുരുളയും നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളിൽ ഈ ശോഭ മങ്ങിപ്പോകുകയാണ്. ഇത് വലിയ ശാസ്ത്രവും തത്വമൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും സാധാരണ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പരമാർത്ഥം മാത്രമാണ്.
ഒരു വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ സ്നേഹമുള്ള രണ്ടുപേർ കടന്നു വരുന്നു എന്നിരിക്കട്ടെ. അവർ തമ്മിൽ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. മൂന്നാമതൊരാൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം, ഇവർ രണ്ടുപേർക്കും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മുഖത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ പ്രകടമാകും. അവരുടെ മനസ്സിൽ വരുന്ന ആ സ്നേഹം, പൊങ്ങി വരുന്ന ആ സ്നേഹം മുഖത്ത് തന്നെ പ്രതിബിംബിക്കും. മുഖമൊന്ന് ശോഭിക്കുന്നത് കാണാം. ഞാൻ പറയട്ടെ, തമ്മിൽ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ടുപേർ, ശത്രുതാഭാവത്തോടെ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ള രണ്ടുപേരും ഒരു വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കണ്ടുമുട്ടി എന്നിരിക്കട്ടെ. തമ്മിൽ കാണുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ഭാവം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ജ്വലിക്കുമല്ലോ അല്ലേ? നമുക്കറിയാമല്ലോ അല്ലേ? മങ്ങുന്നത് കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ശത്രുവിനെ കാണുന്ന സന്ദർഭത്തിൽ അതുവരെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ശത്രുതാഭാവം, പകയും പിണക്കവുമെല്ലാം മനസ്സിൽ വന്നു കയറുമ്പോൾ, ഉരുണ്ടുകൂടുമ്പോൾ ശരീരത്തിൽ നിന്ന് പ്രകടമാകും. പെട്ടെന്ന് മുഖം കറുക്കുന്നത് കാണുന്നവർക്ക് അനുഭവപ്പെടും. ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ വീട്ടിൽ വെച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ, കണ്ടില്ലേ അവിടെ മുഖത്തോട്ട് നോക്കി, കാളിയെ നോക്കുന്ന പോലെ. ഭദ്രകാളിയുടെ മുഖം കണ്ടില്ലേ? ദേഷ്യപ്പെട്ട് പിണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില സന്ദർഭത്തിൽ ചിലരൊക്കെ പറയാറില്ലേ, മുഖത്തോട്ട് നോക്കിയാൽ ഭദ്രകാളിയുടെ പോലെ ആയിരിക്കുന്നതെന്ന്. മുഖമാകപ്പാടെ വിരൂപമാകും ദേഷ്യപ്പെടുമ്പോൾ. മനസ്സിൻ്റെ പ്രത്യേകത അനുസരിച്ച്, മാറ്റമനുസരിച്ച്, ദേഷ്യപ്പെടുന്നതിനനുസരിച്ച്, പിണക്കം വരുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്തിൻ്റെ തേജസ് അവിടെ നഷ്ടപ്പെടുകയാണ്. ആ കള്ളൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവൻ കള്ളനാണ്. അവൻ്റെ കളവ്, സത്യമില്ലാത്ത സ്വഭാവം മുഖത്ത് തന്നെ വെളിപ്പെടും. ഇത് പരമാർത്ഥമായ കാര്യമാണ്. അതുപോലെ തന്നെ ഓരോരുവരിലുള്ള ഓറ എന്ന് പറയുന്ന ഈ ചൈതന്യമുള്ള ശോഭ എന്ന് പറയുന്നത് സൗഖ്യദായകമായ പ്രകാശവുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ ശോഭ എന്ന് പറയുന്നത് സൗഖ്യദായകമാണ്. ചിലർ ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് വേദനയും പ്രയാസവും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം പേറിക്കൊണ്ട് വിവരങ്ങളൊക്കെ ഡോക്ടറോട് എന്ന് പറയും. ഡോക്ടറെ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ചിലർ പറയാറുള്ള സത്യമാണ്, ആ ഡോക്ടർ അടുക്കൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രോഗത്തിന് പകുതി സൗഖ്യം കിട്ടിയത്. ഇഞ്ചക്ഷനും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട. സ്നേഹവാത്സല്യത്തോടെ, കരുതലോടെ, രോഗിയോടുള്ള സഹാനുഭൂതിയോടെ ആ ഡോക്ടർ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നിലെ സ്നേഹത്തിൻ്റെ ആ പ്രത്യേകതയിൽ ഈ ഓറ തൻ്റെ ശരീരത്തിൽ തന്നെ വർദ്ധിക്കും. തൻ്റെ സമീപത്തിരിക്കുന്ന രോഗിയുടെ ശരീരത്തിലേക്ക് ഈ ഓറ പ്രവഹിക്കുകയാണ്. അല്പനേരം സംസാരിച്ച് കഴിയുമ്പോൾ സ്നേഹവാത്സല്യത്തോടെ തന്നെ കരുതി ശുശ്രൂഷിച്ച് ആ ഡോക്ടറുടെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വന്ന ഓറ എന്ന ഈ ശോഭ, ഈ പ്രകാശം രോഗിയുടെ മേൽ പതിച്ച് രോഗിക്ക് സൗഖ്യമോട് കിട്ടുകയാണ്. ചിലരുടെ അടുക്കൽ ചെന്ന് ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അവർ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവരുടെ കൈകളിൽ നിന്ന് ജ്വലിക്കുന്ന ഈ പ്രകാശം അവരുടെ തലകളിൽ കൂടി ശരീരത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമല്ലെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. എൻ്റെ സഹധർമ്മിണി 3 വർഷമായി കാൻസർ രോഗത്തിനടിപ്പെട്ടു. ആദ്യത്തെ പരിശോധനയിൽ കുഴപ്പമില്ല എന്ന് കരുതിയെങ്കിലും 3-4 മാസം കൂടി കഴിഞ്ഞ് വീണ്ടും പരിശോധന ആവശ്യമാണെന്ന് വന്നു. പരിശോധിച്ചപ്പോഴാണ്, ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴാണ് കാൻസർ രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയത്. ഇത്രയും വേഗം ഓപ്പറേഷൻ വേണം, കീമോതെറാപ്പി വേണം, റേഡിയേഷൻ വേണം. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ ഇതെവിടെയാണ്, എങ്ങനെയാണ്, യാതൊരുത്തും പിടിയുമില്ല. ഇതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കുറിച്ച് ഒരു പിടിയില്ല. ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആകപ്പാടെ വിഷമിച്ചു. ഭാര്യ എൻ്റെ അടുക്കൽ മനസ്സിലെ ദുഃഖം വളരെയൊന്നും പറഞ്ഞില്ല എങ്കിലും കുറച്ച് ദിവസം, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ
എനിക്ക് ആശുപത്രിയിൽ രോഗിയെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാനും കൂടി വരാം. രോഗിയെ അവിടെ കാണാനായിട്ട് പോകുമ്പോൾ ഞാൻ പള്ളിയിൽ വന്ന് പരുമല കൊച്ചുതിരുമേനോട് എൻ്റെ സങ്കടമൊക്കെ ഒന്ന് പറയാൻ അല്പസമയം ആ സമയം ഞാൻ ഉപയോഗിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. വൈകുന്നേരം 8 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ ഈ പള്ളിയിലിറക്കി, വാതിക്കലിറക്കി പള്ളിയകത്തേക്ക് പൊക്കൂ, ഞാൻ രോഗിയെ കണ്ടു വന്നതിന് ശേഷം പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഈ തൂണിന് സമീപം ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ അവിടെ ഇറക്കി വെക്കുകയാണ്. എന്നോട് പിന്നെ പറഞ്ഞത്, കൊച്ചു തിരുമേനിയോട് തന്നെ പറയുകയാണ്, തിരുമേനി, ഇതിനെ ഒന്ന് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം എനിക്ക് തരണമേ. ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ വിധേയപ്പെടുക എന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. എന്നെ വളരെയേറെ അത് വിഷമിപ്പിക്കുന്നു. ഞാൻ ആരോടും ഇത് പറയുന്നില്ല. ഈ ഭാരം ഒന്ന് മാറുവാൻ, ധൈര്യമായിട്ട് ഇതിനെ ഒന്ന് അഭിമുഖീകരിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് കൊച്ചുതിരുമേനിയോട് അപേക്ഷിച്ച് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ആരോ ഒരാൾ മധുവായിലോട്ട് കയറിപ്പോകുന്നത് ചെറുതായിട്ടൊന്ന് കണ്ടു. ആരാണെന്ന് പിടികിട്ടി. ഇങ്ങനെ കണ്ണുനീരൊഴുക്കി തൂണിൻ്റെ അപ്പുറം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് കൈക്ക് പിടിക്കുന്നു. നേരെ നോക്കിയപ്പോൾ നമ്മുടെ ഭദ്രാസനാധിപൻ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. തിരുമേനി പറഞ്ഞു, പെട്ടെന്ന് കണ്ണോടെ പറഞ്ഞു, തിരുമേനി, എൻ്റെ വിവരം തിരുമേനി അറിഞ്ഞോ? പറയാൻ എനിക്ക് നേരം കിട്ടിയില്ല, കുറച്ച് ദിവസമേ ആയുള്ളൂ വിവരം അറിഞ്ഞിട്ട്. പക്ഷേ തിരുമേനി പറയുകയാണ്, കൊച്ചമ്മേ, ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛന്മാരുണ്ട്, അവരിൽ നിന്ന് വിവരം ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ RCCയിൽ ചെന്നിരുന്നുവെന്നും ഇനിയുമുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി താമസിയാതെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ വിവരമൊക്കെ അവരെന്നെ വിളിച്ച് പറയുകയുണ്ടായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചമ്മ വിഷമിക്കേണ്ട, എൻ്റെ അനുജൻ്റെ ഭാര്യയും ഇതേ രോഗത്തിൽ അധീനയായി ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ദൈവകൃപയാൽ സൗഖ്യമുണ്ട്. അതുകൊണ്ട് വേണ്ട ചികിത്സകളൊക്കെ നടത്തിക്കൊള്ളുക, വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി, എനിക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ. ഇതൊന്ന് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം കിട്ടുന്നതിന് വേണ്ടി പരുമല തിരുമേനിയോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തിരുമേനി തലയിൽ കൈവച്ചു. എന്നോട് പറഞ്ഞതാണ് പിന്നീട്, തിരുമേനി, എൻ്റെ തല പൊട്ടിപ്പോകാൻ പോകുന്നു. തിരുമേനി കൈവച്ചപ്പോൾ എൻ്റെ തല പൊട്ടിപ്പോകാൻ പോകുന്നു, അയ്യോ ഭയങ്കര വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വേദന അങ്ങ് മാറുകയാണ്. വേദന മാറി വളരെ ആശ്വാസം. വേദന മാറിയതുകൊണ്ടുള്ള ആശ്വാസം മാത്രമല്ല, മനസ്സിനും വലിയൊരു തണുപ്പായി, ധൈര്യമായി. അതിനുശേഷം എല്ലാവരോടും കാണുന്നവരോടൊക്കെ പറയുന്നു, വലിയൊരു സാക്ഷ്യമാണ്, പരുമല തിരുമേനി എന്നെ തൊട്ടു. കാരണം തിരുമേനിക്ക് കല്ലറ വിട്ട് എഴുന്നേറ്റ് വന്ന് പുറത്തു വരാനായിട്ട് നിവൃത്തിയില്ലല്ലോ. ക്രിസോസ്റ്റം ക്രിസോസ്റ്റമോസ് തിരുമേനിക്കും ആ സമയത്ത് ഇവിടെ വരേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയോ എന്തോ കാര്യത്തിന് തിരുമേനി വന്നു. പൊതുവായി കയറി ഇറങ്ങി വരുന്ന സമയം ആളിനെ കണ്ടു, ഇറങ്ങി വന്നേരം അങ്ങോട്ട് തന്നെ പോയി. പരുമല തിരുമേനിക്ക് നേരിട്ട് ഇറങ്ങി വന്ന് തലയിൽ കൈവെക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തിരുമേനിയുടെ പ്രതിപുരുഷൻ പിൻഗാമി തന്നെ അവിടെ വന്ന് തലയിൽ കൈവച്ചു. ആ സമയത്തുണ്ടായ അനുഭവം നേരിട്ട് മനസ്സിലാക്കി. വലിയ വേദന ആദ്യം, പെട്ടെന്ന് മാറുന്നു, വലിയൊരാശ്വാസം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും എല്ലാം. ഈ കൈവെക്കുമ്പോൾ ഈ ഓറ എന്ന് പറയുന്ന സൗഖ്യദായകമായ ശക്തി, പ്രകാശം ആരുടെ മേൽ വെക്കുന്നുവോ അവരിലേക്ക് പ്രവഹിക്കുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. കർത്താവിന്റെ മനുഷ്യാവതാര കാലത്തും ആരെയെല്ലാം തന്നെ സ്പർശിച്ചുവോ, ആരെല്ലാം തന്നെ തൊട്ടുവോ അവരിലേക്കൊക്കെയും ഈ പ്രകാശത്തിന്റെ ശക്തി പ്രവഹിച്ചതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ. സമയമാവുന്ന ഞാനിവിടെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, ഞാനിവിടെ നിർത്തുകയാണ് സമയം ആയതുകൊണ്ട്. ജ്ഞാനായക രക്തസ്രാവക്കാരി സ്ത്രീ അവൾ മാറി നിൽക്കുകയാണ്. ആ കാലയളവിൽ രക്തസ്രാവത്തോടുകൂടി ഒരു സ്ത്രീ മറ്റൊരാളെ തൊടുക എന്ന് പറയുന്നത് തീർത്തും സമൂഹത്തിന്, യഹൂദ
സഭയ്ക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് അശുദ്ധിയായ സ്ത്രീ വേറൊരാളെ സ്പർശിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന്, മഹാവൈദ്യൻ്റെ അടുക്കൽ ആരായാലും ശരി, അവർ തൊടുക എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ അടുക്കൽ ചെന്ന് അവനെയും തൊടുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിലെങ്കിലും ഒന്ന് തൊടുവാൻ കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കൃപ അവനിൽ നിന്ന് പ്രാപിപ്പാൻ എനിക്ക് കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ തിരക്കി ജനങ്ങൾ അവനെ ഇടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ആരും അറിയാതെ ഇടിച്ചിടിച്ച് കയറി അവൻ്റെ കുപ്പായത്തിൽ തൊങ്ങലിൽ അവളൊന്ന് സ്പർശിച്ചു. ആരാണ് എന്നെ തൊട്ടത് എന്ന് കർത്താവ് തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് നീ എന്താ ചോദിക്കുന്നത്? ജനങ്ങളെല്ലാം നിന്റെയോട് ചേർന്ന് നിന്ന് ഇടിച്ചിടിച്ച് നിന്നെ നടത്തിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഇക്കൂട്ടത്തിൽ ആരാ തൊട്ടതെന്ന് നീ എന്തർത്ഥത്തിലാണ് ചോദിക്കുന്നത്? കർത്താവിന് മനസ്സിലായി. ചങ്ക തകർന്നുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ ഒന്ന് സ്പർശിക്കുവാൻ തനിക്ക് കഴിഞ്ഞാൽ വർഷങ്ങളായി തൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്ന വേദനാജനകമായ രോഗത്തിന് സൗഖ്യം തനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അവൾക്ക് യോഗ്യതയില്ല എങ്കിൽ പോലും ഈ പൊന്നനാഥനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് അവൻ തരുമെന്നുള്ള വിശ്വാസത്തോടെ അവൾ തൊട്ടു. തൊട്ട മാത്രയിൽ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി കറണ്ടടിക്കുന്ന പോലെ, കറണ്ടിൽ തൊട്ടാൽ എന്തനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ ദിവ്യശക്തി അവരിലേക്ക് പ്രവഹിച്ചു. പൂർണ്ണമായിട്ട് അവൾ സൗഖ്യം കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ശക്തി സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും കൂടുകയും കുറയുകയും ചെയ്യും. ഞാനിവിടെ നിർത്തട്ടെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കുക. നമ്മിലൊക്കെയും ഈ വെളിച്ചമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുണ്ട്. അതിരുളാകാതിരിപ്പാൻ നീ നോക്കുക. നീ മുഴുവൻ പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിപ്പിക്കും പോലെ നിന്റെ ആത്മാവ് മാത്രമല്ല നിന്റെ ശരീരത്തിലും ഈ ദൈവീയശക്തി വ്യാപരിച്ചുകൊണ്ട് ഇതിന് മുഴുവനായിട്ട് ശോഭിപ്പിക്കുവാൻ സാധിക്കും. പൗലോസ് എഫെസ് ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്ന് ചിന്തിച്ച് വെളിച്ചമുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഈ ദൈവികമായ വെളിച്ചം വിശുദ്ധ മാമോദീസായിൽ കൂടി പ്രാപിച്ച പ്രഭ, ആ ശോഭ ജീവിതാന്ത്യത്തോളം നിലനിർത്തുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരുവാനും നമ്മുടെ എളിയ ജീവിതത്തിൽ കൂടി കർത്താവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.